ഹലോ ഗൈസ്, വെൽക്കം ടു ക്യൂൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 3D ഡ്രോയിങ് അയച്ചാണ് ഗൈസ് ഇവിടെ വന്നിരിക്കണം. അപ്പം നമുക്ക് നേരെ ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സ്കെയിലെടുത്തിട്ട് നമ്മുടെ വരിയിടാത്ത നോട്ടാണ് നമ്മൾ 3Dക്ക് ഉപയോഗിക്കുക അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു വരിയിടാത്ത നോട്ടിൽ എന്ത് ചെയ്യണം ഗൈസ്, ഒരു കുഞ്ഞു നോട്ട് മേടിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ്, നല്ലോണം അറിയണവർക്ക് അറിയാം. ഇത് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ആദ്യം തന്നെ അപ്പോഴേക്കും പകുതിയും വരച്ച് കഴിഞ്ഞു. ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈനുകളൊന്ന് വരച്ച് കൊടുക്കണം. അങ്ങനെ ലൈനുകളൊന്ന് വരച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വെച്ചിട്ട് ലൈനുകൾ വരച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ തിരിച്ചും വെച്ചിട്ട് കുറച്ച് ലൈന് വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ബ്ലാക്ക് പെന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ബ്ലാക്ക് പെന്ന് പുള്ളു ബ്ലാക്ക് സ്കെച്ചിൻ്റെ മഷി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രൗൺ സ്കെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റിങ്ങിൽ പല പ്രശ്നവും ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ബ്ലാക്ക് സ്കെച്ച് എൻ്റെ തീർന്നുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെന്നും വെച്ചിട്ട് പകുതി നിന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ബ്രൗൺ സ്കെച്ച് വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലൈനുകൾ വരച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എഡിറ്റിംഗ് പ്രോബ്ലം വന്നിട്ടുണ്ട്, അതിനൊന്ന് ക്ഷമിക്കണം ഗൈസ്. എന്നിട്ട് ഒരു ലൈനൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ ലൈനൊന്ന് വരച്ച് കൊടുക്കണം ഗൈസ്. ഇത് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇനി വലിയ ഇത് 3Ds കാണിക്കാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഗൈസ്. ഇത് ഇങ്ങനെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യാം നമുക്ക്. ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ അല്ലേ? സെറ്റല്ലേ? എനിക്ക് നന്നായിട്ട് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ അത് എന്നിട്ട് വീണ്ടും ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ ലൈനൊന്നും വീണ്ടും ഒന്നും കൂടി വരച്ച് കൊടുക്കുക. അതിൽ അറ്റാച്ച് ജോയിൻ്റ് ആയിട്ട് വരച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ എന്താണ്, ഇതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കും ഒരു എഡിറ്റിംഗ് പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്നെ കൊണ്ടാവണ പോലെ നേരെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെൻസിലോ പിന്നെ ബഡ്സ് ഉണ്ടാവും ഗൈസ്. അതിൻ്റെ നമ്മുടെ പെൻസിലിൻ്റെ ഇങ്ങനെ പൊടി ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തോ നന്നായിട്ടുണ്ടാവും. എൻ്റെ ഇപ്പോൾ ബഡ്സ് കഴിഞ്ഞിട്ടായതുകൊണ്ട് ഞാൻ ഇപ്പോൾ പെൻസിൽ തന്നെ എടുത്തത്. അപ്പോൾ ഞാനത് വേഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ എഡിറ്റിംഗ് പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ട്. വീഡിയോ ഇങ്ങനെ കട്ടായിട്ട് എടുത്തത് എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ഷെയ്ഡിങ് കൊടുക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡ് ചെയ്ത് കഴിഞ്ഞു, ഇത് ഇപ്പുറം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ ബഡ്സ് ആണെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഞാനിത് വേഗം ചെയ്തുകൊണ്ടാണ് ബഡ്സൊന്നും എടുത്തില്ല. കഴിഞ്ഞിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഉള്ളൂ. നമുക്ക് വേറെ ക്രാഫ്റ്റ്സിന് ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തില്ല ഗൈസ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നന്നായിട്ടൊക്കെ ഉണ്ടാവും ഗൈസ്. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ആയിരിക്കുന്നു ഗൈസ്. ഓക്കെ ആയിരിക്കുന്നു, സൂപ്പറായിട്ടുണ്ട്, വെൽ സെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്, സപ്പോർട്ടിങ് ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ടിങ് എല്ലാം ചെയ്യണം ഗൈസ്. വെൽ സപ്പോർട്ടായിരിക്കണം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ